പ്രതിപക്ഷ നേതാവ് ആരാണോ അവരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. ഇതാണ് ഒരു പാരമ്പര്യം. എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. കാര്യം പ്രതിപക്ഷത്ത് വരുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട പാർലമെൻ്ററി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളിനെ ആയിരിക്കും പ്രതിപക്ഷത്ത് വയ്ക്കുന്നത്, നേതാവായിട്ട് വയ്ക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ചാൻസ് നഷ്ടപ്പെട്ടത്, തോറ്റുപോയി. 40 സീറ്റായി. 100 സീറ്റ് 140 സീറ്റിൽ 100 സീറ്റോടുകൂടി രണ്ടാമതും പിണറായി വിജയൻ അവർകൾ ഭരണത്തിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കോണുകളിൽ നിന്ന് സമ്മർദ്ദം വന്നു. രമേശ് ചെന്നിത്തല കൂടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, KPCC പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന ആൾ മാറണം എന്നൊക്കെ പറഞ്ഞ് വലിയ സമ്മർദ്ദം വന്നാണ്. KPCC പ്രസിഡന്റ് സുധാകരൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് സുധാകരനും മാറി സണ്ണി ജോസഫിലേക്ക് പോകുന്നു. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് VD സതീശനെ കൊണ്ടുവരുന്നു. VD സതീശൻ വന്നു. അപ്പോഴും രമേശ് ചെന്നിത്തല ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. പലതും അനർട്ടിലെ വിഷയം പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ പല അഴിമതി കാര്യങ്ങളും നേരത്തെ പ്രതിപക്ഷ നേതാവ് സ്പ്രിംഗ്ലർ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, ഇതെല്ലാം കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രശ്നം, VD സതീശൻ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പോലെ നിൽക്കുകയാണ്. രണ്ട് കാര്യങ്ങളിൽ VD സതീശൻ ഇപ്പോൾ പ്രതിരോധത്തിലുണ്ട്. ഒന്ന്, രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളുണ്ട്. രാജ്ഭവനിൽ നിരവധി പരിപാടികളുണ്ട്. ഈ പരിപാടികളിലൊന്നും തന്നെ ഇന്നിപ്പോൾ KR നാരായണൻ്റെ പ്രതിമാനാച്ഛാദനം ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു, മാസികയുടെ പ്രകാശനം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ നടന്നു. ആ ഒരു കാര്യത്തിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പങ്കെടുക്കുന്നില്ല. BJPക്കാരനും സംഘപരിവാറുകാരനുമാണ് ഗവർണർ എന്നുള്ളത് കൊണ്ടാണോ പങ്കെടുക്കാത്തത്, അതോ പ്രോട്ടോക്കോൾ വിഷയമുള്ളത് കൊണ്ടാണോ? കാരണം നേരത്തെ ഈ പ്രോട്ടോക്കോൾ വിഷയം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് ചോദിക്കാൻ കാര്യം പുസ്തക പ്രകാശനത്തിന് പുസ്തകം പ്രകാശനം ചെയ്യുന്ന മുഖ്യമന്ത്രിയും ഏറ്റുവാങ്ങുന്ന ശശി തരൂരിന് വെറും ഒരു ആശംസ മാത്രമാണ് VD സതീശന് കൊടുത്തത്. അത് എന്തായാലും അന്ന് ശരിയായില്ല, രാജ്ഭവൻ ചെയ്ത പണി ശരിയായില്ല. അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം പോകരുത്. പക്ഷേ ഇന്നെന്താണ് പോകാത്തത്? കാരണം ഈ മറ്റേ KR നാരായണൻ്റെ പ്രതിമാനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല? രാജ്ഭവൻ അതിൽ അതൃപ്തിയുമുണ്ട്. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല എന്നൊരു അതൃപ്തി രാജ്ഭവനുണ്ട്. അതൊരു വശത്ത് നിൽക്കട്ടെ. മറുവശത്ത് KC വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ ചാടിയിട്ടുണ്ട്, രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. KC വേണുഗോപാൽ ഇന്നൊരു തിട്ടൂർ ഇറക്കിയിട്ടുണ്ട്, ഇന്നൊരു ബഹളം ഇറക്കിയിട്ടുണ്ട്. ആരും സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കരുത്, ആരും ഫോട്ടോ അടിക്കരുത്, ആരും ഷർട്ട് അടിക്കരുത്, ഉടുപ്പടിക്കരുത്, ആരും മുണ്ട് വാങ്ങിക്കരുത്, അതിൻ്റെ പേരിൽ മുണ്ട് വാങ്ങിക്കരുത്, കോട്ട് വാങ്ങിക്കരുത്. ഒരാൾ പോലും ചാനലിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ മത്സരിക്കാൻ താല്പര്യമുണ്ട്, പാർട്ടി പറഞ്ഞാൽ പിന്നെ ഞാൻ 2 കൈ വിട്ട് മത്സരിക്കും എന്ന് പറയരുത്. ഒരാൾ പോലും അങ്ങനെ പറഞ്ഞാൽ പറയുന്നത് ഒരു അയോഗ്യതയായിട്ട് കണക്കാക്കും. പക്ഷെ അപ്പോഴും വലിയ നേതാക്കൾക്ക് പറ്റൂലേ? വലിയ നേതാക്കളൊക്കെ ചിലപ്പോൾ കയറി പറയും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നൊക്കെ. അവർക്കതിനെ നടപടി എടുക്കാനൊക്കെ പറ്റുമോ? അതൊരു സംശയമുണ്ട് കേട്ടോ. എന്താ അതവിടെ നിൽക്കട്ടെ, നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ചില സാധനങ്ങൾ അങ്ങനെ കയറി വരുന്നത്, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ജൂനിയേഴ്സിന് അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ ഒരു മധ്യ ലെവലിലുള്ള താഴോട്ടുള്ളവർക്ക് കർശനമായൊരു നിയന്ത്രണം വരും. നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ചാനൽ വഴി വന്നിരുന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കരുത്. ഇതെല്ലാം പറയുമ്പോഴും VD സതീശൻ്റെ പുറത്ത് വലിയ സമ്മർദ്ദമാണ് വരുന്നത്. ഒന്ന്, അദ്ദേഹം പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും PV അൻവറിനെ എടുക്കണോ വേണ്ടേ, കൂടെ കൂട്ടണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ വലിയ പ്രശ്നം വന്നു. അവസാനം VD സതീശൻ്റെ നിലപാടിനാണ് ജയിച്ചത്. VD സതീശൻ പറഞ്ഞു ഒരു കാരണവശാലും ഇപ്പോൾ അൻവറിനെ മുന്നണിയിൽ കൂട്ടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷേ VD സതീശൻ്റെ ആ ഒരു നിലപാട് വിജയിച്ചതുകൊണ്ട് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ തോറ്റുപോയെങ്കിൽ പുള്ളിക്കാരൻ്റെ കാര്യം ഗോവിന്ദായേനെ. പക്ഷേ എന്തായാലും പുള്ളി വേറൊരു കാര്യം പറയുന്നുണ്ട്. VD സതീശൻ തോറ്റ് പോയാൽ വനവാസത്തിന് പോകും. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ 99 ആയി പോയാലും വനവാസത്തിന്. പക്ഷെ അങ്ങനെ പറയണ്ടായിരുന്നു. ഒരു 71, 72, 73, 75, 70 മുകളിൽ എത്ര സീറ്റ് കിട്ടിയാലും ഞങ്ങൾ ഭരിക്കും, അങ്ങനെ വന്നില്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞെങ്കിൽ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. പക്ഷേ 90 ആയി പോയാൽ പിന്നെ വനവാസത്തിന് പോകാൻ പറ്റുമോ? പിന്നെ വനവാസത്തിന് പോയാൽ പിന്നെ വേറെ അടുത്ത ആളുകാർ മുഖ്യമന്ത്രിയാവും. അത് വേണ്ട, ആ പ്രസ്താവന നമുക്ക് പിൻവലിക്കാം. ഭരണം കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകണമെന്ന് ആലോചിക്കാം, അല്ലെങ്കിലും മാറ്റും. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പിണറായി വിജയൻ 3ാം ടേം വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാറിയതുപോലെ VD സതീശന് മാറേണ്ടി വരും, അടുത്ത നേതാവ് വരേണ്ടി വരും. എന്തായാലും VD സതീശൻ ഒരു ചുവപ്പ് കാർഡാണ് ഇപ്പോൾ കാണിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ കളിയുടെ പുറത്താണ് നിൽക്കുന്നത്. ആ കളിയിൽ കളത്തിലേക്ക് KC വേണുഗോപാൽ ഗ്രീൻ കാർഡുമായി കയറുമോ, അതോ ഇതെല്ലാം വെട്ടിക്കൊണ്ട് രമേശ് ചെന്നിത്തല വരുമോ? ആരാണ് ഇനി ഗ്രീൻ കാർഡുമായി കളത്തിലിറങ്ങുന്നത് എന്നറിയില്ല. എന്തായാലും റെഡ് അലർട്ടായി, റെഡ് കാർഡുമായി സതീഷ് ഇങ്ങനെ നിൽക്കുകയാണ്.